Hi cool moms and dads. എൻ്റെ പേര് ശാലിനി. വെൽക്കം ടു മമ്മ കൂൾ. ഇന്നത്തെ വീഡിയോയിൽ ബേബി ലോഷനും ബേബി ക്രീമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ബേബി ലോഷനും ബേബി ക്രീമും തമ്മിൽ എന്താ ഡിഫറൻസ്, അതിൽ ഏതാ കുട്ടിക്ക് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ബേബി ക്രീമും ബേബി ലോഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തായിട്ട് കാണുന്ന ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇത് രണ്ടും ചെയ്താലും ഞാനിപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ തന്നെ കാണാനും സാധിക്കും. ബേബി ക്രീമും ബേബി ലോഷനും യൂസ് ചെയ്യണമെന്നാണ് എല്ലാവരും ആദ്യമായിട്ട് ചോദിക്കുന്ന ഡൗട്ട്. അത് നമ്മുടെ കുട്ടിയുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും. എപ്പോഴും നമ്മളൊരു ബേബി ലോഷനെങ്കിലും കുട്ടിക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കുട്ടിയുടെ ഭയങ്കര ഡെലിക്കേറ്റ് സ്കിൻ ആയിരിക്കും, അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേബി ലോഷൻ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി എങ്ങനത്തെ ബേബി ലോഷനും ബേബി ക്രീമുമാണ് യൂസ് ചെയ്യേണ്ടത്, എല്ലാ ബേബി പ്രൊഡക്റ്റും സേഫ് ആണോ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ബേബി പ്രൊഡക്ട്സും സേഫ് അല്ല. നമ്മൾ തന്നെ അതിനകത്ത് കണ്ടന്റ് വായിച്ചു നോക്കുക. വാക്സ്, പെട്രോളിയം പ്രൊഡക്ട്സ്, ഇതൊന്നും ഇല്ലാത്ത പ്രൊഡക്റ്റ് വേണം നമ്മൾ നോക്കി വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിലും ഈ പ്രൊഡക്റ്റിന്റെ ബാക്ക് സൈഡിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് നോക്കിയിട്ട് അതിനകത്ത് കണ്ടന്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വാങ്ങാനായിട്ട്. ഒരു മാസമെങ്കിലും കഴിഞ്ഞ കുട്ടികൾക്കാണ് ഈ ബേബി പ്രൊഡക്ട്സ്, അതായത് ക്രീം, ലോഷനൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലത്. അത് ആ ടൈമിലാണെങ്കിൽ കൂടി നമ്മുടെ കുട്ടിയുടെ ഡോക്ടറോട്, അതായത് നമ്മുടെ പീഡിയാട്രീഷ്യനോട് ചോദിച്ച് ഒരു നല്ല ബ്രാൻഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഒക്കെ കുറച്ച് കുറവുള്ള പ്രൊഡക്ട്സ് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ പെർഫ്യൂം കണ്ടന്റ് വരുന്ന പ്രൊഡക്റ്റ് കുട്ടികൾക്ക് അത്ര നല്ലതല്ല. അപ്പോൾ എപ്പോഴും അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കുട്ടിയുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഏതാണ് നല്ല ബേബി ക്രീം എന്നോ ബേബി ലോഷനോ അല്ല പറയാൻ പോകുന്നത്. ബേബി ക്രീമും ബേബി ലോഷനും തമ്മിലുള്ള പ്രത്യേകിച്ചുള്ള ഡിഫറൻസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന്. ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ കൺസിസ്റ്റൻസിയിലാണ്. അതായത് ബേബി ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വാട്ടറി കൺസിസ്റ്റൻസിയിലായിരിക്കും. ഇതാണ് ഒരു ബേബി ലോഷൻ. ഇതൊരു ഹിമാലയയുടെ ബേബി ലോഷനാണ്. അപ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസി വന്നിട്ട് കണ്ടോ, ഇതുപോലെ വാട്ടറി കൺസിസ്റ്റൻസി ആയിരിക്കും. ഇത് കുട്ടിയുടെ ശരീരത്തിലേക്ക് ബ്ലെൻഡ് ആവാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അതായത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് ശരീരത്തിലേക്ക് പോകും. പിന്നെ ബേബി ലോഷന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒരുപാട് നേരം അതിന് മോയ്സ്ചറെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ശരീരം കുട്ടികളുടെ ഡ്രൈ ആയി പോകും. അതായത് അപ്ലൈ ചെയ്തിട്ട് ഒരു 5-6 മണിക്കൂർ മാക്സിമം ബേബി ലോഷന്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുള്ളൂ. ഇനി ബേബി ക്രീം എന്ന് പറയുന്നത്, ഇതൊരു ബേബി ക്രീമാണ്. ഇത് എൻ്റെ മോന് യൂസ് ചെയ്യുന്ന വെനൂസിയ മാക്സ് എന്ന് പറഞ്ഞ ക്രീമാണ്. ഇതെനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ സ്കിന്നിന് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഏതാണോ സ്കിന്നിന് ടൈപ്പിന് പറ്റുന്നതെന്ന് നോക്കി വാങ്ങിയാൽ മതി. അപ്പോൾ ഈ ബേബി ക്രീമിന്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. കണ്ടോ, ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ക്രീം പോലെ തന്നെ. ഇത് ലോഷൻ്റെ അത്രയും ഈസി ആയിട്ട് ബ്ലെൻഡ് ആവില്ല. കയ്യിലേക്ക് ബ്ലെൻഡ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. പിന്നെ കുറച്ച് ക്രീമി ഫോമിലായിരിക്കും. അതായത് ഓയിൽ കണ്ടന്റ് കൂടുതൽ ബേബി ക്രീമിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ മോയ്സ്ചറിനെ പിടിച്ചു നിർത്തും. പെട്ടെന്ന് തന്നെ സ്കിൻ ഡ്രൈ ആയി പോവില്ല. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് എപ്പോഴും ബേബി ക്രീമും ഓയിലി സ്കിന്നുള്ള കുട്ടികൾക്ക് ബേബി ലോഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ക്രീമും ലോഷനും ഒക്കെ യൂസ് ചെയ്യണോ വേണ്ടോ എന്ന് കുറേ പേര് ചോദിക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ കുട്ടികളുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഓയിൽ യൂസ് ചെയ്താൽ മതിയോ ഇതിന് പകരം എന്ന് പറഞ്ഞാൽ, ഓയിൽ മസാജ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഓയിൽ മസാജ് കൊടുക്കുന്നത് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അവരുടെ ഡെവലപ്മെന്റിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഓയിൽ മസാജിന്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. പിന്നെ നമ്മൾ ഈ ക്രീം ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് നാച്ചുറൽ മെത്തേഡ് ഉണ്ട് കുട്ടികളുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട്. അതായത് നമുക്ക് നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ സ്കിൻ കെയർ വീഡിയോ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേബി ലോഷനും ക്രീമും തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് അതിന്റെ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.